16-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. നമുക്കെല്ലാവർക്കും ഏറ്റവും പരിചിതമായ വേദഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ അരുമനാഥനായ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് എൻ്റെ ശുശ്രൂഷയുടെ നിവൃത്തീകരണത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ തൻ്റെ ശിഷ്യഗണങ്ങളോട് ഒരുമിച്ച് നിന്നുകൊണ്ട് പറയുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് പോലും നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അല്ലെങ്കിൽ ശക്തമായ ഒരു ദൈവിക റൂളാണ് അവിടെ അവർക്ക് കൊടുക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. പറയുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സഭയെ പണിയും, അല്ലെങ്കിൽ പാതാള ഗോപുരങ്ങൾ എന്ത് ചെയ്യുകയില്ല, അതിനെ ജയിക്കുകയില്ല. അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ നമുക്കറിയാം ദൈവ സഭയ്ക്ക് എതിരെ നിരവധിയായ പ്രതിസന്ധികൾ കടന്നു വന്ന കാലഘട്ടം നമുക്കറിയാം. അല്ലെങ്കിൽ ആദിമ നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സഭ ഈ ഭൂമിയിൽ ഉളവായത് മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന ഈ നിമിഷം വരെയും ദൈവ സഭയ്ക്ക് എതിരെ എത്തിയിരിക്കുകയാണ്. പിശാച് തന്റെ പ്രവൃത്തികളെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്നിരുന്നാലും അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ടും അല്ലെങ്കിൽ ഒരു പാതാള ശക്തികൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതിനെ ജയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ദൈവികമായ പദ്ധതികൾ പല നിലകളിൽ പല ഇടങ്ങളിൽ വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. എവിടെയെല്ലാം ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതികൾ ദൈവം ചെയ്യുന്നുവോ അല്ലെങ്കിൽ അതിനെ തകർക്കുവാൻ, അതല്ലെങ്കിൽ അതിന്റെ ആ സന്തോഷവും അതിന്റെ ആ പൂർണ്ണതയും അനുഭവിക്കുവാൻ കഴിയാത്ത നിലകളിൽ പിശാചിന്റെ പ്രവൃത്തി ചെയ്യും വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി. ഉദാഹരണം ഞാൻ പറയാം. അല്ലെങ്കിൽ നമുക്കറിയാം, ഏഴ് തോട്ടത്തിൽ കർത്താവ് ആദമിനെ സൃഷ്ടിച്ചു. എല്ലാ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം തോട്ടം കാപ്പാനായിട്ട് എന്ത് ചെയ്യാണ്, ആദമിനെ അവിടെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. അതിനുശേഷം സകല ചരാചരങ്ങളെയും, സകല മൃഗങ്ങളെയും, സകല പക്ഷികളെയും എല്ലാത്തിനെയും തന്റെ മുമ്പിലൂടെ എന്ത് ചെയ്തു, കടത്തി. താൻ അതിനെല്ലാം എന്ത് ചെയ്തു, പേർ വിളിച്ചു. അല്ലേ? അതാണ് എല്ലാത്തിനും എന്ത് ചെയ്തത്, പേർ വിളിച്ചത്. എല്ലാത്തിനും പേർ വിളിച്ചു. ഇതെല്ലാം ഇങ്ങനെയായിട്ട് അല്ലെങ്കിൽ അവിടെ ഒന്നും ദൈവത്തിനും തോന്നിയില്ല ഇവന് ഒരു തുണയായിട്ട് ഇതൊന്നും ഉതകുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ, ദൈവം തന്നെ തീരുമാനിച്ചു എന്ത് ചെയ്യണം, ഇവനൊരു തക്ക തുണയെ കൊടുക്കണം. അവനൊരു തക്ക തുണയെ കൊടുക്കണം. അതുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു വാരിയലിനെ എടുത്ത് കർത്താവ് തന്നെ എന്ത് ചെയ്യുന്നു, അവനൊരു തക്ക തുണയെ ദൈവം ചെയ്തു സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി. തക്ക തുണയെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, വളരെ സന്തോഷത്തോട് എന്ത് ചെയ്തു, അവർ ആ തോട്ടത്തിൽ പാർക്കുവാനായിട്ട് ഇടയായി. ഞാൻ പറഞ്ഞു വന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അത് വളരെ പൂർണ്ണതയുള്ള പദ്ധതിയായിരുന്നു. അല്ലേ? അത് പൂർണ്ണതയുള്ളതായിരുന്നു. അത് അതിന്റെ ഏറ്റവും ശോഭയോടുകൂടി ദൈവം ചെയ്തത് അതിനെ ചെയ്തു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഈ ദൈവിക പദ്ധതികളെയും ഈ ദൈവത്തിന്റെ പ്രവൃത്തികളുടെയും അനുഗ്രഹത്തെ അതേ നിലയിൽ അനുഭവിക്കുവാൻ എന്ത് ചെയ്യുന്നില്ല, പിശാച് സമ്മതിക്കാതെ വേണം. പിശാച് എന്ത് ചെയ്യുന്നു, അവരെ തെറ്റിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. പിന്നെ നമുക്കറിയാം, അതിന്റെ ചരിത്രമെല്ലാം നമുക്കറിയാം. അല്ലിയ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, അല്ലിയ ദൈവിക പദ്ധതികളെ അല്ലിയ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ കഴിയാതെ വേണം. അല്ലിയ പലപ്പോഴും അതിനെ തെറ്റിച്ച് കളയുവാൻ പിശാച് എന്ത് ചെയ്യും, തന്ത്രങ്ങളെ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും.
ഇന്ന് പകൽക്കാലം അല്ലേലിയ ദൈവജനമായി നാം മറന്നു പോകരുത്. അല്ലേലിയ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഉപവസിച്ച് അല്ലേലിയ ദൈവത്തോട് കൂടുതൽ അടുത്ത് ദൈവികമായ പദ്ധതിയിലേക്ക് ദൈവം എന്ത് ചെയ്തു? നമ്മളെ കരം പിടിച്ച് ഉയർത്തുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ അതിന് വിരോധമായിട്ട് എന്ത് ചെയ്യും? പിശാച് പല തന്ത്രങ്ങളെ കൊണ്ടുവന്ന് ഇട്ട് അതിന്റെ ശോഭയെ കെടുത്തുവാൻ എന്ത് ചെയ്യും? ശ്രമിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ഈ നാളുകളിൽ ദൈവം എന്ത് ചെയ്യണം? ശക്തമായി ഉണർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലൂയ. ഈ 21 ദിവസത്തെ ഉപവാസം കൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുകയല്ല, മറിച്ച് ദൈവം നമ്മളെ ഉയർത്തിയ ആത്മീയ തലത്തിൽ നമ്മൾ നിലനിൽക്കേണ്ടതിന് ശക്തമായി ദിവസം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവാനിടയായിത്തീരണം. അല്ലേലൂയ. പിശാചിന്റെ ഒരു തന്ത്രവും എന്ത് ചെയ്യരുത്? നമ്മുടെ മേലോ നമ്മുടെ കുടുംബത്തിന് മേലോ നമ്മുടെ ഇടയിലോ പ്രവർത്തിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യരുത്? അവസരത്തെ കൊടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? അത് അല്ലേലൂയ കണ്ട് ഉണർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാവണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമതായിട്ട് അല്ലേലൂയ മോശ പർവ്വതത്തിലേക്ക് കയറി പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തോട് ഒപ്പമായിരിക്കാം. എന്നെ കേൾക്കുന്ന ദൈവം ശ്രദ്ധിക്കണമേ. അല്ലേലൂയ. ദൈവിക പദ്ധതികളെ പിശാച് എങ്ങനെയാണ് അല്ലേലൂയ അനുഭവിക്കുവാൻ കഴിയാത്ത വണ്ണം മാറ്റിക്കളയുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുവാൻ വേണ്ടി പറയുക. അല്ലേലൂയ. മോശ ദൈവത്തോടു കൂടി 40 പകൽ എന്ത് ചെയ്യുക? അധിവസിക്കുക, അവിടെ താമസിക്കുക. അല്ലേലൂയ. അവിടെ ദൈവം അവരോട് എന്ത് ചെയ്യുകയാണ്? മുഖാമുഖം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലേലൂയ. ദൈവം അവന് എത്ര കൽപ്പനയാണ് കൊടുത്തത്? 10 നമ്മൾ വിചാരിക്കും 10 കൽപ്പന എഴുതിക്കൊണ്ട് വന്നതെങ്കിലും അല്ലേലൂയ 613 കൽപ്പനകളും ഉപദേശങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? തനിക്ക് അവിടെ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അല്ലേലൂയ. അങ്ങനെ നിരവധിയായ ഉപദേശങ്ങളും അല്ലേലൂയ പ്രമാണങ്ങളും ഒക്കെ കൊടുത്ത് അല്ലേലൂയ ദൈവം മുഖാമുഖമായി എന്ത് ചെയ്യുകയാണ്? അവനോട് സംസാരിച്ച് ആ ദൈവിക സാന്നിധ്യത്തിൽ അവൻ ഇരുന്നിട്ട് അല്ലേലൂയ അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? അവൻ താഴ്വരയിലേക്ക് ഇറങ്ങി വരും. അവന്റെ കൂടെ വരുന്ന യോശുവ പറയുന്നു അല്ലേലൂയ താഴ്വരയിൽ വലിയൊരു ആർപ്പ് കേൾക്കുന്നുണ്ട്. അല്ലേലൂയ. എന്തായിരിക്കും? അവര് ദൈവത്തെ ആരാധിക്കുകയായിരിക്കും. അല്ലേലൂയ. അവരെന്ത് ചെയ്യുകയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരിക്കും ഇവർ വിചാരിച്ചത്. എന്നാൽ അല്ലേലൂയ താഴ്വരയിൽ സംഭവിക്കുന്നത് എന്താ? വിപരീതമായ കാര്യമാണ്. അല്ലേലൂയ. എന്താണ് താഴ്വരയിൽ സംഭവിക്കുന്നത്? അല്ലേലൂയ. മോശയെയും അല്ലേലൂയ കാണാതെ വന്നപ്പോൾ അല്ലേലൂയ അവർക്ക് തന്നെ ഒരു ദൈവത്തെ എന്ത് ചെയ്തു? ഉണ്ടാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അല്ലേലൂയ. ആ ദൈവത്തിന്റെ മുമ്പിൽ, ആ കാളക്കുട്ടിയുടെ മുമ്പിൽ അല്ലേലൂയ ഈ ജനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആർപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലേലൂയ. ഈ ജനം എന്ത് ചെയ്യുക? ആരാധിച്ചുകൊണ്ടിരിക്കുക. അല്ലേലൂയ. അവർ വിചാരിച്ചു അല്ലേലൂയ അവരിപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലേലൂയ ഈ കാളക്കുട്ടിയ മിസ്രയീമിൽ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചതെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ജനം എന്ത് ചെയ്യുക? അവിടെ അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേലൂയ. ഈ കാഴ്ച കണ്ടുകൊണ്ട് ആര് വരുന്നത്? മോശ ഇറങ്ങി വരുന്നത്. അല്ലേലൂയ. മോശ ഇറങ്ങി വരുമ്പോൾ അല്ലേലൂയ അത് അവന്റെ മുഖം എങ്ങനെയുള്ളതാണ്? സൂര്യനെ പോലെ ശോഭിക്കുന്ന പ്രശോഭിതമായിട്ട് എന്ത് ചെയ്യുന്നത്? മോശ ഇറങ്ങി വരുന്നത്. അല്ലേലൂയ. ഇറങ്ങി വന്ന് ഇവിടെ കാണുന്ന കാഴ്ച എന്താ? വിപരീതമായ കാഴ്ച. ഹല്ലേലൂയ. ആത്മാവിന്റെ സന്തോഷത്തോടെ പുതിയ പ്രമാണവുമായിട്ട് ഹല്ലേലൂയ ഈ ജനത്തിന് വേണ്ടിയുള്ള ദൈവികമായ കൽപ്പനയോട് ദൈവികമായ നടത്തിപ്പോട് ഹല്ലേലൂയ മോശ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ അവിടെ കാണുന്നത് ഹല്ലേലൂയ അവരുടെ മനസ്സ് ദൈവത്തിൽ നിന്ന് മാറി ഹല്ലേലൂയ അവരൊരു അന്യ ദൈവത്തെ, ഒരു കാളക്കുട്ടി എന്ത് ചെയ്യുക? അവർ ആരാധിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ മോശയുടെ ഹൃദയം എന്ത് ചെയ്തു? അവൻ കലങ്ങി. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? ആ പലക എന്ത് ചെയ്തു? അവന് എറിഞ്ഞു കളയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ ലേവിയെ അവരെന്ത് ചെയ്തു? മോശയോടുകൂടി ചേർന്ന് ഹല്ലേലൂയ വാളിന്റെ തലക്കല്ലെന്ന് 3000 എണ്ണത്തിന് എന്ത് ചെയ്തു? വിട്ടുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? ഹല്ലേലൂയ ഈ ജനത്തിന് ഒരു പ്രമാണം. ഹല്ലേലൂയ അവർക്ക് ആരാധിക്കുവാനുള്ള വ്യവസ്ഥ. ഹല്ലേലൂയ അവർ ഹല്ലേലൂയ അനുഷ്ഠിക്കേണ്ടുന്ന ആചാരങ്ങൾ. ഹല്ലേലൂയ അവർ ദൈവസന്നിധിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ ഇതെല്ലാം ഹല്ലേലൂയ വളരെ വ്യക്തമായി ഹല്ലേലൂയ പർവ്വതത്തിന്റെ മുകളിൽ ദൈവം ഹല്ലേലൂയ തന്റെ ദാസനായ മോശയോട് മുഖാമുഖം അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവജനം ഇവിടെ എന്ത് ചെയ്യുന്നു?
അവൻ പിന്മാറി പോകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നിങ്ങളുടെ പോകാനെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, അവൻ ദൈവസന്നിധിയിൽ നമ്മൾ ഉപവസിച്ചു, ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച്, ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച്, ഹല്ലേലൂയ, ഒരു പുതിയ ബലം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ ഉണർവ്, ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പുതിയ ആമേൻ, ഹല്ലേലൂയ, നിലയിലേക്ക് ആമേൻ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഉയർന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, അതിന്റെ നന്മകളെ അനുഭവിക്കുവാൻ കഴിയാതെ, ആ ആത്മസന്തോഷത്തിൽ നിന്ന് ഇരുത്തുവാൻ കഴിയാതെ വേണം, ഹല്ലേലൂയ, ആമേൻ, നിന്റെ മേൽ ഹല്ലേലൂയ, ആമേൻ, പകർന്നിരിക്കുന്ന ആത്മാവിനെ കെടുത്തി കളയുവാനോ അതിന്റെ ചൈതന്യത്തെ ഇല്ലാതാക്കുവാനോ, ഹല്ലേലൂയ, പിശാച് കൊണ്ടുവരുന്ന ആമേൻ സകല തന്ത്രങ്ങളെയോ ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയുവാനിടയായിത്തീരണം. ഹല്ലേലൂയ, ആമേൻ, പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഹല്ലേലൂയ, നാം എന്ത് ചെയ്യണം? ഉണർന്ന് ജാഗ്രതയോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായിത്തീരണം. ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഒരു ശക്തിക്കും എന്ത് കഴിയില്ല, നമ്മളെ ജയിക്കുവാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ, നാം സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞത്, ആമേൻ, ദൈവിക പദ്ധതി, ദൈവജനത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എത്ര ശ്രേഷ്ഠകരമായിരുന്നു. ഹല്ലേലൂയ, ആമേൻ, ആദാമിനെ കുറിച്ചും ഹവ്വയെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതി എത്ര അത്ഭുതകരമായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ, ഹല്ലേലൂയ, ദൈവത്തോട് ആമേൻ സഹവസിച്ചുകൊണ്ട് ആമേൻ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവർ, അത് തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഹല്ലേലൂയ, ആമേൻ, ദൈവികമായ പദ്ധതിയിൽ നിന്ന് എന്ത് ചെയ്തു? അവരെ പിശാച് വീഴ്ത്തിക്കളയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ, മോശയുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ആമേൻ, ദൈവജനത്തിനു വേണ്ടി ദൈവം മുമ്പാകെ കടന്നു എന്ന ഒരു പ്രമാണവുമായി ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ നിലയിൽ അനുഭവിക്കുവാൻ കഴിയാതെ ദൈവജനത്തിന്റെ ഹൃദയത്തെ ആമേൻ വശമാക്കി കളഞ്ഞ പിശാചിന്റെ തന്ത്രം, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ അനുഗ്രഹനായ കർത്താവ്, ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ തന്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം, ഹല്ലേലൂയ, അവൻ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ഇതേ പിശാച് അവന്റെ മുമ്പാകെ എന്ത് ചെയ്യുകയാണ്? കടന്നിടുകയാണ്. ഹല്ലേലൂയ, അവിടെയും അവന്റെ തന്ത്രം എന്താ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു നിയോഗത്തിന് വേണ്ടി എന്ത് ചെയ്യുക? താൻ ഇറങ്ങിയിരിക്കുക. ഹല്ലേലൂയ, അവന്റെ തന്ത്രം, ഹല്ലേലൂയ, ആ നിയോഗത്തെ, ആ ബലത്തെ എന്ത് ചെയ്യണം? എടുത്തിക്കളയണം. ഹല്ലേലൂയ, ഇന്നും ഹല്ലേലൂയ പിശാച് പയറ്റുന്ന അതേ തന്ത്രം തന്നെയാണ് ഹല്ലേലൂയ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന നിയോഗത്തെ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മശക്തിയെ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയെ, ഹല്ലേലൂയ, ആമേൻ, അതിന്റെ നിലകളിൽ ആമേൻ ഉപയോഗിക്കുവാൻ കഴിയാതെ നമ്മുടെ ഹൃദയത്തെയോ നമ്മുടെ ജീവിതത്തെയോ ആമേൻ തകർത്ത് കളയുവാൻ, ക്ഷീണിപ്പിച്ചു കളയുവാൻ ആമേൻ ശ്രമിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ ഇന്ന് പകൽക്കാലം നമ്മൾ കണ്ട് ഉണരുവാനിടയായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവികമായ പദ്ധതിയിലേക്ക് നമ്മൾ കയറി വരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ, നമ്മൾ ദൈവസന്നിധിയിൽ കഴിഞ്ഞ 20 ദിവസം, ഹല്ലേലൂയ, ആമേൻ, വളരെ ശക്തമായി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. വളരെ ശക്തമായ ദൈവിക ദൂതുകളെ കേൾക്കുവാൻ ഇടയായി തീർന്നു. ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ, ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാൻ ഇടയായി തീർന്നു. ആമേൻ, പുതിയ തീരുമാനങ്ങള്, പുതിയ പ്രതിഷ്ഠകള്, ഹല്ലേലൂയ, പുതിയതായ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിക്കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, അതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ആമേൻ പിശാചിന്റെ സകല തന്ത്രങ്ങളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അവർ മാറിപ്പോകുവാൻ ഇടയായിത്തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, അതാണ് ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ, ഞാൻ എന്റെ സഭയെ പണിയും, ഹല്ലേലൂയ, പാതാള ഗോപുരങ്ങൾ എന്തില്ല, അതിനെ ജയിക്കില്ല. ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ നിയോഗമാണ്. ഹല്ലേലൂയ, ആമേൻ, അതിനെ ജയിക്കുവാൻ ഒരു പിശാചിനും ദൈവം ചെയ്യില്ല, അവസരം കൊടുക്കുകയില്ല. ഹല്ലേലൂയ, എന്നാൽ മനുഷ്യൻ പറഞ്ഞ പല പണികളും എന്ത് ചെയ്തിട്ടുണ്ട്? പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഹല്ലേലൂയ, ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകം അവൻ 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ നമ്മൾ ഒരു പണിയെ കുറിച്ച് കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണുന്നതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്ക് എല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊക്കെ അവർക്ക് അസാധ്യമാകുകയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ ഭാഷ കലക്കി കളക എന്ന് അരുളി ചെയ്തു. ഇവിടെ നമ്മൾ കാണുന്നത് മറ്റൊരു പണി. ഹല്ലേലൂയ, അവരുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഭൂമിയിലേക്ക് ചെതറി പോകരുത്, എല്ലായിടത്തും നമ്മളെല്ലാവരും ഒരുമിച്ച് താമസിക്കണം. മാത്രമല്ല, ഇനി ഒരു പ്രളയമോ എന്തെങ്കിലും ഉണ്ടായാൽ
നമുക്ക് എന്ത് ചെയ്യരുത്, അത് ദോഷമായി ഭവിക്കരുത്. അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു പട്ടണം പണിയാം, അല്ലെങ്കിൽ ഒരു കോട്ട നമ്മൾ തന്നെ എന്ത് ചെയ്യാം, ഒരു വൻമതിൽ നമ്മൾ തന്നെ പണിയാം എന്ന് വെച്ച് ഹല്ലേലൂയ ജനമെല്ലാവരും കൂടിയിട്ട് ഹല്ലേലൂയ ദൈവിക പദ്ധതികൾക്കപ്പുറമായി ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കണമേ. ജലപ്രളയത്തിന് ശേഷം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ നോഹയുടെ വംശപാരമ്പര്യത്തിൽ വരുന്നവർ ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതികളെ, അതല്ലെങ്കിൽ ആമേൻ ദൈവികമായ വിടുതലുകളെ അനുഭവിച്ച തലമുറയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ. അവരുടെ പൂർവ്വപിതാവിനെ ദൈവം ആമേൻ പ്രളയത്തിൽ നിന്ന് എങ്ങനെയാണ് വെടിവെച്ചതെന്നും എങ്ങനെയാണ് അവരിപ്പോൾ ഭൂമിയിലായിരിക്കുന്നതെന്നും ആമേൻ തിരിച്ചറിയാവുന്നവർ ഹല്ലേലൂയ ദൈവത്തെയും ദൈവത്തിന്റെ ബലത്തെയും ഹല്ലേലൂയ മറന്നിട്ട് അവർ സ്വയമേ എന്ത് ചെയ്യുകയാണ്, ഒരു പട്ടണം നിർമ്മിക്കുക. ഹല്ലേലൂയ ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ഒരു പട്ടണം പണിയും. ഹല്ലേലൂയ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഇവിടെ ഒരുമിച്ച് അധിവസിക്കണം. ഹല്ലേലൂയ ദൈവം അതിന്റെ മേൽ ഇറങ്ങി വന്ന് അതിനെ എന്ത് ചെയ്തു, ചിതറിച്ച് കളയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ ഇന്ന് പോയിക്കാൻ വേണ്ടി കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ ഹല്ലേലൂയ അവൻ ദൈവത്തിന്റെ പദ്ധതികൾ അല്ലാത്ത എല്ലാ പണികളും എന്ത് ചെയ്യും, പൊളിയപ്പെടും. ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതിയില്ലാത്ത എല്ലാ കാര്യങ്ങളും ദൈവം എന്ത് ചെയ്യും, പൊളിച്ചു കളയുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ എന്നാൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടക്കുന്ന പണികളെ ദൈവം എന്ത് ചെയ്യും, ആമേൻ പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എത്തിയില്ല, അതിനെ ജയിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ ഇതുപോലെ കാലം ഹല്ലേലൂയ ആമേൻ നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ ആമേൻ എങ്ങനെയാണ് ഈ പണി പൂർത്തീകരിക്കുന്നതെന്ന് തിരുവചനം നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ ആമേൻ നമുക്കറിയാം ഹല്ലേലൂയ ആമേൻ യിരെമ്യാവിനോട് ദൈവം ഇടപെടുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഇടിക്കുവാനും പണിയുവാനും എന്ത് ചെയ്തിരിക്കുകയാണ്, തന്നെ വിളിച്ചിരിക്കുക. യിരെമ്യാവ് പ്രവചനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കാമോ? നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ഹല്ലേലൂയ അവിടെ നമ്മൾ കാണുന്നത് യിരെമ്യാവിന്റെ ദൈവം ഒരു പ്രത്യേക ശുശ്രൂഷ എന്ത് ചെയ്തിരിക്കുക, ഏൽപ്പിച്ചിരിക്കുക. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്, ഇടിക്കുവാനും പണിയുവാനും. ഇടിക്കുവാനും മാത്രമല്ല, ഇടിക്കുവാനും പണിയുവാനുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, യഹോവ അവനെ വിളിച്ചിരിക്കും. ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹല്ലേലൂയ അവന്റെ പ്രായമോ അവന്റെ ബലമോ അതൊന്നും എന്നല്ല, അതിനകത്തൊന്നും ഒരു പ്രസക്തിയുമില്ല. ദൈവത്തിന് ഒരുവനെ ഉപയോഗിക്കണമെങ്കിൽ, ദൈവത്തിന്റെ കരങ്ങളിൽ ഒരുവൻ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഹല്ലേലൂയ ഈ പറയപ്പെട്ടതൊന്നും ഒരു തടസ്സമല്ല എന്നാണ് ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നത്, നമ്മളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരുന്നത്. ഹല്ലേലൂയ ഇത് പറഞ്ഞാൽ ഹല്ലേലൂയ തിരുവചനം പറയുന്നത് ഹല്ലേലൂയ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. ഹല്ലേലൂയ ഞാൻ എന്റെ വചനങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു, നിന്റെ വായി തന്നിരിക്കുന്നു. ഹല്ലേലൂയ യഹോവ കര തൊട്ട് എന്ത് ചെയ്തു എന്ന് പറയുന്നത്, അവന്റെ വായെ തൊട്ടു. അപ്പോൾ എന്താ സംഭവിച്ചത്, യഹോവയുടെ വചനങ്ങൾ നിന്റെ വായി എന്ത് ചെയ്തിരിക്കുന്നു, തന്നിരിക്കുന്നു. ഹല്ലേലൂയ ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവൻ പൊളിക്കുകയും അവൻ പണിയുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഹല്ലേലൂയ അവൻ നമ്മളുടെ ജീവിതത്തെ പൊളിക്കുവാനും നമ്മുടെ ജീവിതത്തെ പണിയുവാനുമുള്ളതാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ പൊളിക്കപ്പെടേണ്ട ചിലതുണ്ട്. ഹല്ലേലൂയ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പണിയപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ അത് ഹല്ലേലൂയ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് ഇടിച്ചു പൊളിച്ച് കളയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഹല്ലേലൂയ മറിച്ച് ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ എന്ത് ചെയ്യണം, നമ്മള് കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ അവൻ ദൈവത്തിന്റെ അവൻ വചനത്തിന് മുമ്പാകെ കൊണ്ട് കടന്നു ചെന്നാൽ ഹല്ലേലൂയ അവിടെ ദൈവം എന്ത് ചെയ്യും, നമ്മളെ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേല് ദൈവം അയക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ പൊളിയപ്പെടേണ്ടതാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും, പൊളിക്കും. ഹല്ലേലൂയ പണിയേണ്ടതാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും, പണിയും. ഹല്ലേലൂയ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ എന്ത് ചെയ്യണം, ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ അവൻ പൊളിയപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യുന്ന അങ്ങ് നശിച്ചു പോകുമെന്നോ, അല്ലെങ്കിൽ നമുക്ക് എന്തോ വലിയ അനർത്ഥം വരുമെന്നോ, എന്തോ വലുതൊക്കെ നമുക്ക് സംഭവിക്കുമെന്നോ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ അപ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്, ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലേക്ക് നമ്മളെ പണിയുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ അങ്ങനെ പണിയുമ്പോൾ ഹല്ലേലൂയ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം,
പൊളിക്കണം, അല്ലേലിയ. ചിലതിനെ എന്ത് ചെയ്യണം, അല്ലേലിയ, ചില കാര്യങ്ങൾ മാറ്റി, അല്ലേലിയ, ചിലതിനെ പണിത്, അല്ലേലിയ, ആമേൻ, നല്ല രൂപമാക്കി, അല്ലേലിയ, ദൈവത്തിന്റെ കരങ്ങളിലെ പ്രയോജനമുള്ള ഉപകരണങ്ങളാക്കി ദൈവം എന്ത് ചെയ്യും, നമ്മളെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലേലിയ. അപ്പൊ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ, അല്ലേലിയ, അവൻ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ, അല്ലേലിയ, അവൻ നമ്മുടെ ജീവിതത്തെ മുഴുവനായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മോൾഡ് ചെയ്തുകൊണ്ട് വരുവാനായിട്ട് കഴിയും. അല്ലേലിയ. നമ്മുടെ സ്വഭാവത്തെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ രീതികളെ ആയിക്കൊള്ളട്ടെ, അല്ലേലിയ, നമ്മുടെ ശുശ്രൂഷകളെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജോലി ആയിക്കൊള്ളട്ടെ, അല്ലേലിയ, നമ്മുടെ ജീവിതത്തിലുള്ള എന്തും ആയിക്കൊള്ളട്ടെ, അല്ലേലിയ, നീ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്താൽ, അല്ലേലിയ, ദൈവം തന്റെ കരങ്ങളാൽ എന്ത് ചെയ്യും, അതിനെ നന്നായി മെനയുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ. അല്ലേലിയ. നമ്മൾ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ പോകുമ്പോഴാ, അല്ലേലിയ, പലതും എന്ത് ചെയ്യുന്നത് പ്രശ്നമായി മാറുന്നത്. അല്ലേലിയ. അല്ലേലിയ. നമുക്ക് പല കാര്യങ്ങളും ചെയ്യുന്നതിന് എന്തുണ്ട്, പരിമിതികളുണ്ട്. അല്ലേലിയ. എന്നാൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുത്താൽ ദൈവം എന്ത് ചെയ്യും, അതിനെ വേണ്ടുന്ന വണ്ണം അതിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുവാനായിട്ട് ഇടയായിട്ട്. ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. അല്ലേലിയ. അവൻ കർത്താവ് എന്ത് ചെയ്യും, തന്റെ സഭയെ പണിയും. അല്ലേലിയ. അതിന്റെ ഒക്കെ ഒരു ഭാഗമാണ് നമ്മളെല്ലാവരും. അല്ലേലിയ. ദൈവസഭ എന്ന് പറയുന്നത്, അല്ലേലിയ, ദൈവത്തിന്റെ ശരീരമാണ്. അല്ലേ. അല്ലേലിയ. അതിനോടുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരായി ചേർന്ന് അല്ലേലിയ, ദൈവസഭ ഭൂമിയിൽ എന്ത് ചെയ്യുക, പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുക. അല്ലേലിയ. ദൈവസഭ എന്ന് പറയുന്നത്, അല്ലേലിയ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അല്ലേലിയ, അതൊരു സംഘടനയല്ല, അല്ലേലിയ, അതൊരു ഓർഗനൈസേഷൻ അല്ല, അല്ലേലിയ, നാം ഓരോരുത്തരുമായിട്ട് ദൈവസഭ എന്ന് പറയുന്നത്. അല്ലേലിയ. നമ്മളൊക്കെ പല അല്ലേലിയ ആ സംഘടനകളിൽ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് മാത്രം, അല്ലേലിയ, ആത്യന്തികമായി നമ്മളെല്ലാവരും ദൈവസഭയുടെ ഭാഗങ്ങളാണ്. അല്ലേലിയ. അപ്പൊ അതുകൊണ്ട്, അല്ലേലിയ, ഈ പണി ദൈവം എന്ത് ചെയ്യും, ഓരോ ദിവസവും നടത്തിക്കൊണ്ടേയിരിക്കും. അല്ലേലിയ. ദൈവത്തിന്റെ സഭയിലേക്ക് ജനം എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും. അല്ലേലിയ. ഒരിക്കലും അതിനെ തടുക്കുവാനോ അതിനെ തകർക്കുവാനോ ഒരു മനുഷ്യനും സാധിക്കയില്ല എന്നാണ് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അല്ലേലിയ. ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, അല്ലേലിയ, നമ്മൾ ദൈവസന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നാം പ്രാപിച്ചെടുത്ത ദൈവകൃപ, അല്ലേലിയ, നാം പ്രാപിച്ചെടുത്ത ആത്മാവിന്റെ ശക്തി, അല്ലേലിയ, നാം പ്രാപിച്ചെടുത്ത പുതിയ തീരുമാനങ്ങൾ, അല്ലേലിയ, അതിൽ നിലനിൽക്കുവാൻ, അല്ലേലിയ, നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയാക്കണം. അല്ലേലിയ. നമുക്ക് സ്വയം എന്ത് ചെയ്യാൻ കഴിയുകയില്ല, അതിനെ നിർത്തിക്കൊണ്ടു പോകുവാനായിട്ട് കഴിയുകയില്ല. അല്ലേലിയ. എന്നാൽ, അല്ലേലിയ, ആത്മസമർപ്പണത്തോടു കൂടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലേലിയ, ദൈവത്തിന്റെ കരങ്ങളിലെ നല്ല ഉപകരണങ്ങളാക്കി ദൈവം ചെയ്യും നമ്മെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേലിയ. അങ്ങനെ നമ്മൾ പണിയപ്പെടുമ്പോഴാണ്, അങ്ങനെ നമ്മൾ മോൾഡ് ചെയ്യപ്പെടുമ്പോഴാണ്, അല്ലേലിയ, അത് ദൈവത്തിന് ഏറ്റവും പ്രയോജനകരമായി മാറുന്നത്. അല്ലേലിയ. ഇന്ന് വൈകാരനെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലേലിയ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. കർത്താവേ, അല്ലേലിയ, എന്റെ ജീവിതത്തിൽ, അല്ലേലിയ, എവിടെയാണ്, അല്ലേലിയ, എനിക്ക് ഇനിയും പണിയപ്പെടുവാനുള്ളത്, അല്ലേലിയ, എവിടെയാണ് ഞാൻ മോൾഡ് ചെയ്യപ്പെടുവാനുള്ളത്, അല്ലേലിയ, ദൈവത്തിന് തന്റെ കരങ്ങളിൽ എടുത്ത് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയാതെ വേണം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം, ശോധന ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലേലിയ. പലപ്പോഴും, അല്ലേലിയ, ആത്മാവിന്റെ ശക്തി നമ്മുടെ മേലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അല്ലേലിയ. എന്നാൽ, അല്ലേലിയ, വേണ്ടുമെന്ന് നമുക്ക് മുന്നേറുവാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിയുന്നില്ല. അല്ലേലിയ. പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുണ്ട്. അല്ലേലിയ. ആരാധന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരാധനയുണ്ട്. അല്ലേലിയ. എന്നാൽ അതിനൊന്നും എന്ത് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, അടുത്ത ഒരു ലെവലിലേക്ക് നമുക്ക് ഉയരുവാനായിട്ട് കഴിയുന്നില്ല. അല്ലേലിയ. അടുത്ത തലത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല, നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയുന്നില്ല. അല്ലേലിയ. ഇന്നും പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, കർത്താവേ, അല്ലേലിയ, എന്നെ ഈ ആത്മീയ ജീവിതത്തിന്റെ അടുത്ത തലത്തിലേക്ക് നീ എന്ത് ചെയ്യണം, ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലേലിയ. അടുത്ത നിലയിലേക്ക് എന്നെ ഉയർത്തണമേ കർത്താവേ. അല്ലേലിയ. കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്. അല്ലേലിയ. കഴിഞ്ഞ കാല ജീവിതത്തിൽ എനിക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട്, എനിക്ക് താഴ്ചകൾ വന്നിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്ന കർത്താവേ. എന്നാൽ ഇന്ന് പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയുടെ 21ാമത്തെ ദിനത്തിൽ, അല്ലേലിയ, എനിക്ക് തിരുമുമ്പാകെ പറയുവാനുള്ളത്, ദൈവമേ, വീണ്ടും എന്നെ ഒന്ന് പണിയണമേ. എന്റെ ജീവിതത്തെ ഒന്ന് മോൾഡ് ചെയ്യണമേ കർത്താവേ. നിന്റെ കരങ്ങൾക്ക് ഭാഗമാകാതെന്ന്, അല്ലേലിയ, എന്താണ് എന്റെ ജീവിതത്തിലുള്ളത്, നിനക്ക് ഉപയോഗിക്കുവാൻ കഴിയാതെന്ന്, എന്താണ് എന്റെ ജീവിതത്തിന്റെ കുറവെന്ന് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ,
നല്ലൊരു പാനപാത്രമാക്കി മാനപാത്രമാക്കി ദൈവം നമ്മെ മാറ്റുവാനിടയാക്കി. എത്ര പേർ ദൈവസ്ഥലം വിശ്വസിക്കുന്നു? ഇപ്പൊ പകൽക്കാലം ദൈവം നമ്മെ പണിയുന്ന ഒരു ദിവസം. ഈ പകൽക്കാലം ദൈവം നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു ദിവസം. ഇതുവരെയും അനുഭവിച്ച ആ ശക്തി പോരാ. ഇതുവരെയും ആരാധിച്ച രീതി പോരാ. ഇതുവരെയും പറഞ്ഞ സാക്ഷ്യം പോരാ. ഇതുവരെയും നമ്മൾ ആയിരുന്ന അവസ്ഥ പോരാ. ഒരു പടി കൂടി ഉയരുവാൻ, ഒരു സ്റ്റെപ്പ് കൂടി ഉയരുവാൻ പ്രാർത്ഥിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് അതേ നിലയിലിരിക്കുവാനല്ല, അടുത്ത തലത്തിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം മാറുവാൻ, അടുത്ത ഇടത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാൻ ഇന്ന് പകൽക്കാലം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം ശക്തമായി ഈ പകൽ നമ്മുടെ മേലെ ഇടപെടുവാനായിട്ട് ഇടയാക്കിയിരിക്കും. അതിനുവേണ്ടിയുള്ളൊരു സമർപ്പണമാണ് ദൈവം നമ്മിൽ ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധി നമ്മൾ അവൻ സമർപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ നമ്മൾ ഹൃദയമായിട്ട് എന്ത് ചെയ്യണം? ആഗ്രഹിക്കും. കർത്താവേ, അവൻ എന്റെ പ്രാർത്ഥന രീതി ഒന്ന് മാറ്റണം, എന്റെ ആരാധന രീതി ഒന്ന് മാറ്റണം, എന്റെ പാട്ടിന്റെ രീതികളൊന്ന് മാറ്റണം. എന്റെ അവൻ സാക്ഷ്യ ജീവിതത്തിൽ ഒന്ന് മാറ്റണം. എങ്ങനെയാണോ ഞാൻ ഇനി ആകേണ്ടത്, എങ്ങനെയാണോ ഞാൻ ഉയരേണ്ടത്, ആ നിലയിലേക്ക് എന്നെ ഉയർത്തണം. ഞാൻ ദൈവസ്ഥലിൽ ഉപവസിച്ചു, ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചു, ദൈവസ്ഥലത്തിൽ ഇരുന്നു. ഒരു പുതിയ ബലം എന്നെ മേൽ പകർന്നിട്ടുണ്ട്. എന്നാൽ അത് പോരാ, അടുത്ത നിലയിലേക്ക് എന്നെ ഉയർത്തുക അങ്ങ് സർവശക്തനായി ഉണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർ പറയുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും? പ്രയോജനപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ എന്ത് ചെയ്യും? അവൻ ഉപയോഗിക്കുവാനായിട്ട് തീരും. ആ ഒരു സമർപ്പണം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ അവസാന ദിവസം ആ ഒരു സമർപ്പണമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഞാൻ പറഞ്ഞത് ഒരു ദൈവിക ദൂത കാരണം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് ഞാൻ പ്രാരംഭമായി പറഞ്ഞത്. കാരണം ഈ 21 ദിവസത്തെ ഉപവാസം നമുക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ദൈവികമായ പദ്ധതികളിലേക്ക് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം കൊണ്ടുപോകുന്നുണ്ട്. ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്, നമ്മുടെ സഭയെ കുറിച്ചുണ്ട്, നമ്മുടെ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചുമുണ്ട്. ഹൃദയംഗമായി എല്ലാവരും ഒരു ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ട്, ആത്മീയമായ ഒരു വളർച്ച ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് ആഗ്രഹിക്കാത്ത ഒരേ ഒരു വ്യക്തി അത് പിശാചാണ്. അവൻ എങ്ങനെയും നമ്മൾ എന്ത് ചെയ്യും? തടയുവാനായിട്ട് ശ്രമിക്കും. അവന്റെ തന്ത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അറിയുവാനായിട്ട് ഈ 21 ദിവസം നമ്മൾ എങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിലായിരുന്നോ, ഈ 21 ദിവസവും എങ്ങനെ ആരാധന ജീവിതത്തിലായിരുന്നോ, ഈ 21 ദിവസവും എങ്ങനെ സമർപ്പണ ജീവിതത്തിലായിരുന്നുവോ, 21 ദിവസവും എങ്ങനെ ദൈവത്തിന് മുമ്പാകെ ആയിരുന്നുവോ, അവൻ നാളെയോ അങ്ങനെ തന്നെ ആയിരിക്കുന്നു എങ്കിൽ നിന്നെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. നിന്റെ ജീവിതത്തെ തൊടുവാനോ, നിന്റെ ശുശ്രൂഷയെ തൊടുവാനോ, നിന്റെ കുടുംബത്തെ തൊടുവാനോ, നിന്റെ കുഞ്ഞുങ്ങളെ തൊടുവാനോ നിനക്കുള്ള ഒന്നിന്റെ മേലും ദൃഷ്ടി വെക്കുവാൻ പിശാചിനെ ദൈവം ചെയ്യില്ല, അനുവദിക്കുകയില്ല. ആ ഒരു സമർപ്പണത്തോടു കൂടി വേണം ഇന്ന് പകൽക്കാലം നമ്മൾ പോകുവാനായിട്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ എല്ലാവരെയും എന്ത് ചെയ്യും? സമൃദ്ധിയായി തുടർന്ന് അനുഗ്രഹിക്കുവാനിടയായി തീരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് നമുക്ക് ദൈവം